സ്വർഗത്തിന്റെ പ്രത്യേകതകൾ കാണുകയുണ്ടായി. ഇനിയിപ്പോൾ പിശാചിന്റെ കെണിയിൽപ്പെട്ട് നാം ഈ ലോകത്തു നിന്നും വേർപെടുത്തപ്പെടുമ്പോൾ സ്വർഗത്തിൽ പോകുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പാവാവസ്ഥയോടുകൂടിയാണ് നാം മരിക്കുന്നതെങ്കിൽ നാം നരകത്തിൽ പോകും. മനഃപൂർവ്വം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും മരണത്തിന്റെ മുഖത്തിൽ പോലും അനുതാപം കൂടാതെ മരിക്കുകയും ചെയ്തവരെ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടില് രോഗീലേപനത്തിന് പോയപ്പോൾ വെറുതെ ആ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചേക്കാളും സംസാരിച്ചു. ആ ചേട്ടൻ എപ്പോഴും ഞാൻ ചുമ്മാ എന്നാ പറ്റി രോഗിലേപനം മേടിച്ചതിന്റെ നല്ലതുമാണ് പറഞ്ഞു. ഏതോ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പറ്റി കുറേ ചെറിയ എന്ന് പറഞ്ഞു. രോഗിലേപനം ചെയ്ത ശേഷമാണ്, മുമ്പല്ല, ശേഷമാണ്. അതിന്റെ മകനെ അടുത്ത് നിന്ന് കൂടുതൽ ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തെ ഒരു ഭയങ്കര കേട്ടോളൂ. അതങ്ങനെ ഒരു മകൻ. അപ്പോൾ ഇങ്ങനെ പല കടിച്ച ശേഷം തെറി പറയുകയാണ്. അപ്പൊ പിന്നെ എല്ലാം ദേഷ്യമുണ്ടോ? ഉണ്ട് ഉണ്ട് മറക്കാം, കൊടുക്കാം. ഈശോ ക്ഷമിച്ചല്ലേ, ഈശോ മരിക്കാൻ നേരത്തും ഇങ്ങനെയല്ലേ പറഞ്ഞ ക്ഷമിക്കാം. ഇല്ല ഇല്ല പിന്നെ ഞാൻ ഈ പള്ളിയല്ല വേറെ ഒരാഴ്ച പുള്ളി മരിച്ചു. പുള്ളി സ്വർഗത്തിൽ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. കാരണം മരണത്തിന്റെ അവസാന നിമിഷം വരെ മനുഷ്യൻ മാനസാന്തരപ്പെടാമല്ലേ, അല്ലേ? ഒരു നിമിഷം മാനസാന്തരപ്പെട്ടുണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഏതെങ്കിലും വ്യക്തികളോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ജീവിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ മനഃപൂർവ്വം നിഷേധിക്കുക, തെറ്റിദ്ധാരണ ഒത്തിരിയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും തിരുത്താതിരിക്കുക, എല്ലാത്തിനെയും പുച്ഛിക്കുക. അതുകൊണ്ട് അങ്ങനെ മരണനേരത്ത് പോലും ഒരു ഭയമോ ഭക്തിയോ തിരിച്ചറിവോ തിരിച്ചു വരവോ കൂടാതെ മനഃപൂർവ്വം മുഴുവൻ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാനായി വിട്ടുകൊടുക്കുമ്പോഴാണ് അവൻ എന്ത് കിട്ടുക? നരകം. പ്രിയമുള്ളവരെ, അപ്പോൾ നരകത്തെ കുറിച്ച് പറയുവാനായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് വചനത്തിലുള്ള ഒരു ഭാഗമാണ് യോഹന്നാൻ 3:19. എന്താണ് നരകം എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് അവിടെ. യോഹന്നാൻ 3:19. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. She knows that there is light, but purposely they will not die and enthusiastically embrace the darkness. ആവേശത്തോടെ ഇരുട്ടിനെ എംബ്രേസ് ചെയ്തു, വാരിക്കുന്നു. മനഃപൂർവ്വം നിഷേധിച്ച് പൂർണ്ണ അറിവോട് സമ്മതത്തോടു കൂടെ പ്രകാശത്തെ വിട്ടുകളഞ്ഞ് ഡാർക്ക്നെസ്സിനെ, ഇരുളിനെ കെട്ടിപ്പിടിക്കുന്നവരാണ് നിത്യനരകത്തിൽ. അതുകൊണ്ട് ചിലരിങ്ങനെ എന്റെ ഹസ്ബൻഡ് സ്വർഗത്തിൽ പോയിട്ടുണ്ടോ, നരകത്തിൽ പോയിട്ടുണ്ടോ, വേറെ പെടുന്നതാണോ, അല്ലെ എന്റെ അപ്പൻ അങ്ങനെയാണോ അങ്ങനെയാണോ, എന്നോട് ചില ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അച്ഛൻ എന്തായിരിക്കും അവസ്ഥ? ഞാനതിങ്ങനെ ആശ്വസിപ്പിക്കും, സ്വർഗത്തിൽ പോയിട്ട് ചേച്ചി പറയും. അല്ലാതെ ചേച്ചിയുടെ ഞാൻ പറഞ്ഞാൽ ഞാൻ ചേച്ചി കഴിയും. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ സ്വർഗത്തിലായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് കുർബാനയില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ അങ്ങനെ ആഹ്ലാദപ്പെട്ടിങ്ങനെ എല്ലാ അച്ഛന്മാരായിട്ട് പോകുന്നതും വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. മരണനേരത്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടായിരുന്നു. മനഃപൂർവ്വമല്ലാതെ, ഇപ്പൊ ചില മനുഷ്യർ മരിക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ തെറ്റിദ്ധാരണകൾ മൂലമൊക്കെ മരിച്ചു പോയത്, തെറ്റിദ്ധാരണകളോട് കൂടെ മരിച്ചേക്കാം. അത് ഓർക്കണം. ഫുൾ വിൽ, തന്റെ ഇച്ഛയുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ തിരികെ ചെയ്യുന്നതിലാണ് നരകത്തിനാവുള്ളൂ. പൂർണ്ണ അറിവും സമ്മതവും ഉണ്ടായിട്ട് അത് തിരുത്താനായിട്ട് കൂട്ടാക്കാതെ മനഃപൂർവ്വം നാശത്തിലേക്ക് തന്നെ വിട്ടുകൊടുത്താലേ നരകത്തിൽ പോകും.
അപ്പൊ സാധാരണ അങ്ങനെയൊന്നും വളരെ എക്സെപ്ഷണൽ ആയിട്ട് ചിലർക്ക് അങ്ങനെ പോകും. ഇതിന്റെ അർത്ഥം തരത്തിലാണ് പോകുന്നില്ലെന്നല്ലാതെ പറയുന്നത്. ഓരോ വ്യക്തിയുടെയും മനസ്സ് ദൈവം പരിശോധിക്കുന്നുണ്ട്. മാരകപാപ അവസ്ഥയിലാണ് വ്യക്തി മരിക്കുന്നതെങ്കിൽ വ്യക്തി നരകത്തിൽ. അതെല്ലാവരും ഓർക്കണം. ഇത് പറയുമ്പോൾ മാരകപാപത്തിൽ ഉത്പാദിക്കുന്ന ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ മാരകമായ പാപങ്ങളിൽ പെട്ടുപോകുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എളിമയോടെ ഏറ്റു പറയാം. നമ്മൾ കുമ്പസാരിക്കണം. നമ്മൾ അനുതാപത്തിന് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കരുണ യാചിക്കണം. പരിശുദ്ധ കുർബാന അർപ്പിക്കണം. അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. അപ്പോഴുള്ള രക്ഷ എങ്ങനെയാണ്? അനുതാപം കൂടാതെ നമ്മൾ മരിക്കാൻ ദൈവം ഇടവരുത്തുകയില്ല. നമ്മൾ എപ്പോൾ മരിച്ചാലും മരിക്കുന്നതിന് മുമ്പ് ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു അവസരം നമുക്കായി ഒരുക്കി തരും അനുദപിക്കാൻ. നമ്മൾ ആ പിടിമുള്ളിലേക്ക് പിടിക്കും, നമ്മൾ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാരകപാപം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പാപത്തിൽ വീണ് പോയാലും വീണ്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ സ്ഥായിയായി സ്ഥിരമായി ദൈവകരുണ യാചിക്കുന്ന ഒരാള് മരിക്കാൻ പോകുന്നതിന് മുമ്പ് ആത്മാവ് അവനവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഏകദേശം സമയമാകാറായി, ഇതാണ് എന്റെ ലാസ്റ്റ് വണ്ടി, ഈ വണ്ടിയെ കയറിയാണെങ്കിൽ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ തന്നെ പെട്ടെന്ന് തോന്നും നമുക്ക് കുമ്പസാരിച്ചേക്കാം. പോയി കുമ്പസാരിച്ചു, ചിലപ്പോൾ പോലും നമ്മൾ വണ്ടി ഇടിച്ചു വരിക്കും. അല്ലെങ്കിൽ കുമ്പസാരിച്ചു, രാത്രി വന്ന് കിടന്നു, കാറ്റി പോയി. ഇങ്ങനെ അനുഭവങ്ങളുള്ള മനുഷ്യരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രകാശം ഈ ലോകത്തേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെ അവഗണിച്ച് മനഃപൂർവ്വം ആവേശത്തോടെ ഇരുട്ടിനെ സ്നേഹിച്ചു. പരിശുദ്ധ കുർബാനയുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ചിലരുടെ സെമിനാരിൽ പോയിട്ട് തിരിച്ചു പോകുന്നത്, ചില മനുഷ്യൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നാൽ സഭയ്ക്ക് ഒരു അസറ്റായി, ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമായി മാറും. സെമിനാരിൽ പോകുന്ന എല്ലാ അച്ഛന്മാരും, മണത്തിൽ പോകുന്ന എല്ലാ കന്യാസന്മാരും ആവില്ല. സെമിനാരിൽ പോയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, നശിച്ചു. ആ തെറ്റിദ്ധാരണയാണ്. മണത്തിൽ പോയി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മണച്ചാടിയോടാണ് ഈ ഒന്നിനും കൊള്ളത്തില്ല, ശാപമാണ്. അത് വെറും മണ്ണത്തരമാണ്. അങ്ങനെയല്ല. ദൈവം ഓരോരുത്തരും ഓരോന്നിലേക്ക് വിളിക്കും. ചിലർ പോകും, ചില പരീക്ഷകളാവും, നിർത്തി പോരും, മറ്റൊരു ജീവിതാവസ്ഥയെ പ്രവേശിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ പോയി പോരുന്ന അഭിഷേകമായി മാറി കുടുംബജീവിതം നയിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്ററാവാൻ പോയി പോകുന്നയാളും അച്ഛനാവാൻ പോയി പോകുന്നയാളും അവർ തമ്മിൽ വിവാഹം കഴിച്ച് അവരുടെ കുടുംബവും അഭിഷേകമുള്ള കുടുംബമായി മാറുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ളതാണ്. നിങ്ങളുടെ കാഴ്ച നിങ്ങൾക്ക് അറിയാമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ചിലരൊക്കെ സെമിനാരിൽ പോയി പഠിച്ച് ഡീക്കണായി പട്ടം കിട്ടുന്ന ഒരാഴ്ച മുമ്പ്, രണ്ടാഴ്ച മുമ്പ് എന്തെങ്കിലും പെട്ടെന്ന് പോകുന്നു. പിന്നെ അവരെ കൊണ്ട് ദൈവനിന്ദയായി, സഭാവിരോധമായി, ചില സ്വയം പോരുന്നതായിരിക്കും, ചിലപ്പോൾ വിടേണ്ട സാഹചര്യം വന്നേക്കാം. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ നിന്നിച്ച് എന്തിനു വേണ്ടിയാണോ ഒരാഴ്ച മുഴുവൻ സമർപ്പിച്ച് ഒരു വ്യാഴവട്ടക്കാലം പ്രാർത്ഥിച്ചൊരുങ്ങിയത്, അതിന് നേരെ ഘടകവിരുദ്ധമായി പിന്നീട് ജീവിക്കാൻ തുടങ്ങും. എല്ലായിടത്തും വിമർശനങ്ങൾ, എല്ലായിടത്തും കുറ്റം പറയുക, എല്ലാ സമാധാനവും നശിപ്പിക്കുക, ഇടവകയിൽ അനൈക്യം സൃഷ്ടിക്കുക, എല്ലായിടത്തും പോയി ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അടയ്ക്കാതെ കൊണ്ട് നടക്കുക, ദുർമാർഗത കാണിക്കുക. അങ്ങനെ ഉള്ള ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. സെമിനാരിക്കാരായി ജീവിച്ച് പോകുന്നത്. അപ്പൊ അങ്ങനെ ഉദാഹരണം പറഞ്ഞതാണ്. പ്രകാശം എന്നാണ് അവരുടെ ഇതൊക്കെ അവർക്കറിയാം. പക്ഷേ അവരുടെ അവമാർഷം കാരണം അവർ ദൈവത്തെ സേവിക്കുന്നതിന് പകരം പിശാചിനെ സേവിക്കാനായിട്ട് തുടങ്ങി. ഈ സാത്താൻ സഭയുടെ പ്രാരംഭകൻ, the founder of the Satanic Church, സാത്താൻ സഭക്കാരുടെ പ്രാരംഭകൻ, he was a Roman Catholic priest, ഒരു റോമൻ കത്തോലിക്ക വൈദികൻ. അദ്ദേഹം ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ലൂസിഫർ, who was Lucifer? She was an angel. അപ്പൊ ഈ മുട്ട ചീഞ്ഞ ചീമൊട്ട അല്ലേ, ചീമട്ടോട് വരുന്നത്. ഇറച്ചി ചീഞ്ഞാൽ ചീഞ്ഞ ഇറച്ചിയാണ്, ചീഞ്ഞ ഇറച്ചി കൂട്ടാൻ വയ്ക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ എത്രത്തോളം നമ്മൾ ദൈവസ്നേഹം ഉള്ളവരാണെന്ന് പറഞ്ഞാലും പിശാച് നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാൻ. We must be vigilant enough. You should be innocent like doves and prudent like serpents. നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കെ തന്നെ സർപ്പത്തെ പോലെ വിവേകികളുമായിരിക്കും. കാരണം ഇരുട്ടിനെ പ്രണയിക്കുക. ഇപ്പൊ
ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഇപ്പോഴത്തെ പൊതുവായ ഒരു ട്രെൻഡാണ് യൂത്തിന് എല്ലാ കറുപ്പ്. ഇവിടെ ആളുകൾ കറുപ്പൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവരൊന്നും ഉദ്ദേശിച്ച് പറയണതല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ യൂത്തിന്റെ പൊതു ട്രെൻഡാണ് എല്ലായിടത്തും കറുപ്പ്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായതായിരിക്കും. കറുപ്പ് അതിനാൽ തന്നെ മോശമായ ഒരു കളറാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് കറുപ്പിൽ എന്തോ ഒരു പ്രത്യേക എനർജി ഇരിപ്പുണ്ടെന്നാണ്. ഒരു പ്രത്യേക എനർജി, ആ ഡാർക്ക് എനർജി. എന്താണത്? പൈശാചിക എനർജി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചുറ്റുമുള്ള, പ്രത്യേകിച്ച് ഇളം തലമുറയിലുള്ള പല അടയാളങ്ങൾ, പ്രതീകങ്ങൾ, ഇതൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സേറ്റൻ വർഷിപ്പിന്റെ അടയാളങ്ങളാണ്. നിങ്ങൾ അമ്മമാർക്കും വലിയ ഗ്രാഹം കാണുകയില്ല. ഒരു വൃത്തം, ആ വൃത്തത്തിന് നടുക്ക് ഇങ്ങനെ ഒരു നക്ഷത്രം, അങ്ങനെ കാണാറുണ്ടോ? അത് സർക്കാർ ചിഹ്നമാണ്, അവരുടെ ഒഫീഷ്യൽ ലോഗോയാണ്. അതായത് 5 തലയുള്ള ഒരു നക്ഷത്രം, കഴിഞ്ഞിട്ടൊരു വൃത്തം, പിന്നെ ഒരു ലവ് ചിഹ്നം, ഒരു ഹാർട്ട്, അതിൽ കുത്തിയിറക്കിയ കഠാരം. അത് പലരുടെ പച്ചയിൽ കുത്തി ഇറങ്ങുന്നതാണ്, കഴുത്തേലും കയ്യേലും അവരുടെ കുത്തി ഇറങ്ങുന്നതാണ്. പിന്നെ തലകീഴായ കുരിശ്, ഇതൊക്കെ കുത്തില്ല. പിന്നെ ഇങ്ങനെ വാ പൊളിച്ചു നിൽക്കുന്ന വ്യാളി. ഈ ഒരു സമയമാണ് കുന്തം കുത്തി ഇറക്കുന്നതല്ലേ, അതിങ്ങനെ വാ പൊളിച്ചു നിൽക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എം പോലത്തെ സാധനം, എം പോലത്തെ ഒരു സിംബൽ. These are few examples of satanic symbols. അതിനെക്കുറിച്ച് ഒത്തിരി സ്റ്റഡീസ് റിസർച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഗൂഗിൾ സെർച്ച് ചെയ്താലും നിങ്ങളെല്ലാം പ്രസിദ്ധരായ അമ്മമാരാണെങ്കിൽ മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ ഇങ്ങനെ കടുക്കൻ, ഇവിടെ മുഖെ കുത്തുക, കാതെ കുത്തുക, പീഠത്തെ കുത്തുക, നാക്കെ കുത്തുക, നാക്കിന്റെ അടി കുത്തുക, കഴുത്തെ കുത്തുക, ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ കുത്തുക, അങ്ങനെയുള്ള പല ഒരു രീതി. അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത് ശരീരമൊന്നുമല്ല, അത് ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആകാൻ ഞങ്ങൾ ചെയ്യുന്നതാണ്. അനദർ സ്ലോഗൻ നമ്മൾ ഉയർത്തുന്നതാണ്, മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശം. നോ, ദിസ് ഈസ് നോട്ട് യുവർ ബോഡി. ഈ ബോഡി നിന്റെ അല്ല. ദിസ് ബോഡി ബിലോങ്സ് ടു ഗോഡ്. ഈ ശരീരം ദൈവത്തിനാണ്, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണത്. നീയല്ല ഈ ശരീരം രൂപപ്പെടുത്തിയത്, നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ യാതൊരു അവകാശാധികാരവും. അതെന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണും, അല്പം പൊട്ടനെ കാണും. എന്തുകൊണ്ടാണ് ഈ ശരീരം നമുക്ക് അധികം ഇതില്ലാത്തത്? പറയുമ്പോൾ സഹോദരൻ ഇത് വരുന്നതാണ്. എന്റെ ശരീരം എന്റെ അവകാശമായതുകൊണ്ട് എന്റെ ഈ ശരീരത്തിൽ എന്ത് മേച്ചറി കാണിക്കാം, എന്ത് പച്ച കുത്താം, എന്ത് മൈൻഡ് കുത്തിക്കയറ്റാം, ബ്ലേഡിൽ വരയ്ക്കാം, എന്ത് ലൈംഗിക വൈകൃതം ഈ ശരീരത്തിൽ കാണിക്കാം. Who are you involved in these cases? This is none of your business. This is my personal right. ഇങ്ങനെയുള്ള യുവാക്കന്മാരും ബുദ്ധികളും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഈ തലമുറ മുൻ തലമുറകളേക്കാളും അധികമായി പ്രകാശത്തെ കണ്ടിട്ടും മനഃപൂർവ്വം അതിനെ ഉപേക്ഷിച്ച് അന്ധകാരത്തെ കൂടുതൽ പ്രണയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോ ഈ നരകം എന്ന് പറയുന്നത് it is the eternal separation from God. ദൈവത്തിൽ നിന്നുമുള്ള നിത്യമായ അകൽച്ച. It is the eternal separation from God. അതാണ് നരകം. സ്വർഗ്ഗത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഈശോയോടൊപ്പമായിരിക്കുന്ന, പരിശുദ്ധത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയാണെന്നെങ്കിൽ, ഇടമാണെന്നെങ്കിൽ, നരകം എന്ന് പറയുന്നത് ഒരിക്കലും കഥാവിനുള്ളതാണ്. ഈ നരകത്തിൽ പോകുന്നവർക്ക് അവിടെ അഗ്നിയുണ്ട്, അല്ലെങ്കിൽ ഗന്ധകമുണ്ടെന്ന് നമ്മുടെ ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അഗ്നിയും ഗന്ധകവും നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന വേദനയെക്കാളും കൂടി തീവ്രതയാണ്. എന്ത്? ഇനി ഒരിക്കലും എനിക്ക് എന്റെ കർത്താവിലേക്ക് മടങ്ങാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ള വേദന. അതാണ് നരകത്തിന്റെ അവസ്ഥ. ഒരിക്കൽ നരകത്തിൽ പോയാൽ കൂടി കുർബാന വ്യക്തിക്ക് വേണ്ടി ചൊല്ലിയിട്ടും നോ യൂസ്. 10,000 പൈസ ചൊല്ലിയിട്ടും നോ യൂസ്. ഒരിക്കൽ പോയാൽ പോയി. അതുകൊണ്ടാണ് നമ്മൾ നൂൽപാലത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ നൂൽപാലത്തിൽ കൂടെ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ കൂടെ പറയാം. പ്രിയമുള്ളവരെ, ഹെബ്രായർ 3-ാം അധ്യായം 14-ാം തിരുവാക്യം.
അവിടെ എന്താണ് പറയുന്നത്? ഹെബ്രായർ 3:14 നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പലരും പറയുന്ന ഒരു വീമ്പ് വർത്താനമാണ്, പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അനുദപിക്കണം, കുമ്പസരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ദൈവം ശിക്ഷിക്കുകയില്ല. ഞാൻ എഴുന്നേൽക്കുന്ന കാലത്ത് ആ സേവനം ചെയ്തു, ഈ സേവനം ചെയ്തു, ഞാൻ പള്ളിയിൽ അതായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി പെരുന്നാൾ നടത്തി, മഴ കുറെ ലിസ്റ്റ് വരും. വൺസ് അപ്പോൺ എ ടൈം ഉള്ള കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്ത്? നമ്മുടെ ആദ്യ വിശ്വാസത്തെ, ആ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ നിന്റെ വിശ്വാസത്തെ അവസാനം പിടിക്കണം, എങ്കിൽ മാത്രമാണ് ക്രിസ്തുവിൽ നിന്ന് പങ്കുചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ യുവാവായപ്പോൾ ഒത്തിരി സേവനം ചെയ്തിട്ടുണ്ട്, ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട്, നിർദ്ധരായ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, വീട് പണിയാനായിട്ട് സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ സ്ഥിരം സംസാരിക്കുമായിരുന്നു, അന്ന് ഞാൻ പള്ളിയിൽ എന്നും കുർബാനയ്ക്ക്. പിന്നെ എനിക്കതൊക്കെ നഷ്ടമായി. ഇന്നിപ്പോ എനിക്കൊന്നുമില്ല. അന്ന് ഞാൻ ചെയ്തതല്ലേ, അതുകൊണ്ട് ദൈവം അതൊക്കെ പരിഗണിക്കുമായിരിക്കും. നോ, പണ്ട് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ നീ മരിച്ചു പോകുമായിരുന്നു, നീ രക്ഷപ്പെട്ടാനെ. അത് നീ മരിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം ചെയ്യണം, അതിനെല്ലാം നമ്മൾ മറുപടി പറയണം. You are accountable for even a single word you utter. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിന് പോലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കുകൂട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യ സ്നേഹം നമുക്ക് നഷ്ടമായെങ്കിൽ we must restore that first love. ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ പോകണം. നമ്മളൊരു യുവാവായിരുന്നപ്പോൾ, ഒരു മിഷനറി അംഗമായിരുന്നപ്പോൾ, ഒരു ബാലരായിരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എന്തൂസിയാസം, എത്രത്തോളം ഒരു സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. പള്ളി വരണം, പ്രാർത്ഥിക്കണം, കുരിശ് വരയ്ക്കണം, നന്മ ചെയ്യണം, മാതാപിതാക്കളെ സഹായിക്കണം, അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം കുറച്ച് വ്യത്യാസമാണ്. എന്നാൽ പോലും നിങ്ങളുടെ ജനറേഷൻ കാര്യമാണ്. ആ ഒരു താല്പര്യം അറിവിൽ വർദ്ധിച്ചപ്പോൾ, സമ്പത്തേറിയപ്പോൾ, ലോകത്ത് വരുന്നത് സഞ്ചരിച്ചപ്പോൾ, പ്രായമേറിയപ്പോൾ ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ് നഷ്ടമായെങ്കിൽ വചനം പറയുന്നു നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, അല്ലാത്ത പക്ഷം നാം നരകത്തിലേക്ക് വഴുതി വീഴാം. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, രണ്ടാമത്തെ ലേഖനം 5:8, 2 Corinthians 5:8, അവിടെ ഇങ്ങനെ പറയുന്നു: ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും ക്രിസ്തുവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുക. നമുക്ക് ശരീരം വേണം. Because God created human being. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. And God values this body. ഈ ശരീരത്തെ ദൈവം മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നമ്മൾ വൃത്തിയായും മെനയായും ആരോഗ്യത്തോടെ പരിപാലിക്കണം. പണ്ടത്തെ വിശുദ്ധരുടെ ജീവിതത്തെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം എന്ത് അവര് ശരീരത്തിൽ തന്നെത്താനെ ചാട്ടക്കടിക്കും, നീര് മുഴുവൻ വരഞ്ഞു വയ്ക്കും, ഇങ്ങനെ മെറ്റലുകൾ ഉള്ളും. അല്ലെങ്കിൽ സഭയുടെ ജീവിതത്തിൽ നമ്മളാരും വിധിക്കുകയല്ല, കണ്ടില്ലേ, സ്വയം ശരീരം വികൃതമാകാൻ വേണ്ടി എന്ത് ചെയ്തു? ഉമ്മി തീരെ എടുത്തു ചാടി. പണ്ടത്തെ വിശുദ്ധരെല്ലാം അങ്ങനെയാണ്. എന്നാൽ വത്തിക്കാൻ II, സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിന് ശേഷം സഭയുടെ ഒരു നിലപാട് പറയുന്നത് ഈ ശരീരം ദൈവദത്തമാണ്, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട്, മനഃപൂർവ്വം വേദനിപ്പിച്ചുകൊണ്ട്, വികൃതമാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മൾ അറിയിക്കും. അപ്പൊ അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം അത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട് വചനവും സഭയും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ ശരീരത്തിലേക്ക് മാത്രമായി നമ്മുടെ ഫോക്കസ് പോകാൻ പാടില്ല. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും തമ്പുരാനായിരിക്കണം. എന്നിട്ട് പറയുകയാണ് ക്രിസ്തുവിനോട് അടുത്തിരിക്കണം. ഈ ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മിശിഹായെ തള്ളി പറയാൻ പാടുള്ളതല്ല. ഈ കാലഘട്ടത്തിലും നമുക്കറിയാം, കഴിഞ്ഞ മാസം സിറിയയിൽ നടന്നത്. നിങ്ങൾ നമ്മുടെ യാക്കോബായ സഹോദരങ്ങളുടെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഇടമാണ് സിറിയ.
ഈ ഗാസായാലും പാലസ്തീനായാലും ചില വിഭാഗക്കാരൻ പീഡിപ്പിക്കപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ധാരണ എങ്ങനെയാണ്? ക്രൈസ്തവർ ലക്ഷക്കണക്കിന് ക്രൈസ്തവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നത്. ഈ അടുത്ത നാളുകളിൽ സിറിയയില് 10,000-കണക്കിന് ക്രൈസ്തവരാണ് പീഡനത്തിന് വിധേയമായത്. സ്ത്രീകൾ തിരുവോരങ്ങളിൽ നഗ്നരായി നടത്തപ്പെടുകയും കൂട്ടബലാത്സംഗത്തിന് വിധേയരാകുകയും പുരുഷന്മാരെ അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തലക്കടിച്ച് കൊല്ലുന്നു. പ്രാകൃതമായ യുദ്ധത്തിലാണ് തീവ്രവാദികള് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു മീഡിയയിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ആകപ്പാട് ഗുഡ്നസ് ടിവിയിൽ ഷെക്കൈന ചാനലിലുമാണ് അതിന്റെ ചില വിശദാംശങ്ങൾ പറഞ്ഞത്. അതിനകത്ത് രണ്ട് വാർത്തകൾ തന്നെയാണ്. അതായത് 25 വയസ്സുള്ള ഒരു യുവാവ്, ആ യുവാവിന്റെ കഴുത്തിൽ ഒരു കുരിശിന്റെ രൂപം, യാത്രക്കാരനാണ്, അവന്റെ കഴുത്തിൽ ഒരു കുരിശുമാല കിടക്കുവാണ്. അപ്പൊ അവനോട് ആ കുരിശുമാല ഉപേക്ഷിച്ചു, you must renounce your faith and you must join us. ഞങ്ങളുടെ കൂടെ ചേർന്ന് നീ നിന്റെ വിശ്വാസം ഉപേക്ഷിച്ചു പറഞ്ഞു. He was not ready for that. അവൻ പറഞ്ഞല്ലോ, മരിച്ചാലും ഇത് പറഞ്ഞു തീർന്നത് ആ കുരിശുമാലയെ പൊട്ടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ വാള് അവന്റെ ശരീരത്തിൽ നിന്നും കഴുത്തു വേർപെട്ടു. ഈ കഴിഞ്ഞ മാസം ഇന്നും ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. കാണാൻ സുന്ദരനായ യുവാവാണ്. സിറിയൻ യുവാക്കന്മാരും സിറിയൻ യുവതികളും നല്ല സൗന്ദര്യമുള്ളവരാണ്. നമ്മളെക്കാളും ഒത്ത ശരീരവും വഴുവത്ത ശരീരവും സൗന്ദര്യവും കുടിയും നല്ല ബ്രൗൺ കണ്ണുകളൊക്കെയുള്ള മിടുക്കന്മാരാണ്. അവർക്ക് വേണമെങ്കിൽ തന്റെ തടി നോക്കി രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് കണ്ടടയ്ക്കാമായിരുന്നു. എന്റെ മകന്മാർ ഞാൻ സ്വീകരിച്ചോളാം, എന്റെ ബന്ധുക്കളെന്ന് പറയാമായിരുന്നു. എന്നിട്ട് പറയാമായിരുന്നു, ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് ഈശോയുടെ സ്നേഹമൊക്കെ എടുത്ത് പിന്നെ വീടാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ലല്ലോ. കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതൊക്കെ വരെയും പോകും. അവിടെ ശരീരം എനിക്കൊരു പ്രതിബന്ധമാണ്. ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ കുറെ തീവ്രവാദികൾ കയറി എന്നെയും നിങ്ങളെയും തോക്ക് ചൂണ്ടിക്കൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ച് ഇപ്പൊ വെടികൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഇത് ശൂന്യമാവോ? ഇവിടെ ശൂന്യമാവോ? നിങ്ങൾ വിചാരിക്കുന്നത് ചുമ്മാ അച്ഛൻ വെറുതെ പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സമീപ ഭാവിയിൽ പ്രിയമുള്ളവരെ ക്രൈസ്തവർ, കേരള ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടും. മലയാളം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ നേതൃത്വം ഒന്നും നമുക്കൊരു ഉപകാരം ചെയ്യില്ല. അതുകൊണ്ടാണ് രക്ഷയുടെ സുവിശേഷം സ്വീകരിക്കണമെന്ന് ആവർത്തിച്ച് ആത്മാവ് പറയുന്നത്. അവനവന്റെ ആത്മരക്ഷയെ പറ്റി ചിന്തിക്കണം. ഒരു മെത്രാനോ ഒരച്ഛനോ ഒരു സിസ്റ്ററോ ഒരു ഉപദേശിയോ ആരും നമ്മളെ തുണയ്ക്കാനില്ലാത്ത ഒരു സമയം വരും. ഉടനെ വരും കേരള സഭയിൽ. ഞാൻ കേരളത്തിൽ രാജ്യങ്ങളുള്ള ആരും മനസ്സിൽ വിചാരിക്കേണ്ട. നിങ്ങൾ ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് പീഡനമുണ്ടാവും. നിങ്ങളിങ്ങനെ എല്ലാവരും പീഡിപ്പിക്കപ്പെട്ട് ഓടി നടക്കേണ്ട ഇത് വരും. കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പീഡനം ഏൽക്കേണ്ടി വരുമ്പോൾ ശരീരത്തേക്കാൾ പ്രയോറിറ്റി ആത്മാവിന് കൊടുക്കണം, ഈശോയ്ക്ക് കൊടുക്കണം. അതാണ് അവിടെ കൊറിന്ത്യൻ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ അവശ്യ കാര്യങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. ഇനി ഇതിനകത്തിരിക്കുന്ന പല സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യമാണ്, അവർ വലിയ പുതുമയുള്ളതല്ല. എന്നാൽ നിങ്ങൾ വീണ്ടും കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന പല പുരുഷന്മാർക്കും വലിയ ഗ്രാഹ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഇപ്പോൾ നാം ചിന്തിച്ച വിഷയവുമായി തുടർന്നു പോകുന്ന കാര്യമാണ്. നമ്മളൊക്കെ വേദപാഠ സ്കൂളിൽ, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പുതുമയുള്ള ഒന്നുമല്ല. മനുഷ്യന്റെ അന്ത്യങ്ങൾ എത്ര? പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, മനുഷ്യന്റെ അന്ത്യങ്ങൾ എത്ര? ഞാൻ തന്നെ പറയാം, ഞാൻ എനിക്ക് പറയാം. മനുഷ്യന്റെ അന്ത്യങ്ങൾ 4. എന്താണത്? ഒന്നാമത്തെ അന്ത്യം മരണം. നമ്മളങ്ങ് മരിച്ചു, അതാണ് നമ്മുടെ ഫസ്റ്റ് അന്ത്യം. രണ്ടാമത്തെ എന്താണ് സഭ പഠിപ്പിക്കുന്നത്? രണ്ടാമത്തെ അന്ത്യം സഭ എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്ത്രീകൾക്ക് വല്ലതും അറിയാം. രണ്ടാമത്തെ അന്ത്യം വിധി, judgment. And we can divide this judgment into 2. ഈ വിധിയെ രണ്ടായി തരംതിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പഠിക്കാൻ കാരണം അജ്ഞത മൂലം നമ്മൾ ആരും നശിച്ചു പോകരുത്. നമ്മൾ വലിയ അഭിപ്രായ കത്തോലിക്കരായിട്ടും എന്നും പള്ളിയിൽ വരുന്നവരായിട്ടും പെരുന്നാൾ നടത്തുന്നവരായിട്ടും
പ്രവർത്തകരായിട്ടും വലിയ വലിയ സ്ഥാനങ്ങളിൽ നമ്മുടെ സഭയിൽ ശുശ്രൂഷിക്കുന്നവരായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ABC പലപ്പോഴും പെട്ടെന്ന് ഓർമ്മയില്ല. യു നോ ദീസ് തിങ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും. വിചാരം നമ്മൾ മറച്ചു എന്നാൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വരും. ഹല്ലേലൂയ. മനുഷ്യന്റെ അന്ത്യകാല 4: 1 മരണം, 2 വിധി, 3 എന്താണ്? സ്വർഗം, 4 നരകം. ഇതിലെ സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റി നമ്മൾ കണ്ടു. ഇനി അല്പ എക്സ്പ്ലനേഷൻ വേണ്ടത് എന്താണ്? വിധിയെ കുറിച്ചാണ്. ജഡ്ജ്മെന്റ്. 2 തരത്തിലുള്ള വിധികളുണ്ട്. അതേതൊക്കെയാണ് 2 തരത്തിലുള്ള വിധികൾ? ഒരു അവസരം കൊടുക്കൂ. തനത് വിധി, അന്ത്യവിധി. 2 എണ്ണം. തനത് വിധിയാണ് ഇംഗ്ലീഷിൽ പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. അന്ത്യവിധിയാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ബോധ്യമാക്കി ജീവിതത്തിലേക്ക് മാറ്റിയാൽ മതി. കാണാൻ ബോധ്യമാക്കി മാറ്റണം. പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് അഥവാ തനത് വിധി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതൊരു വ്യക്തി മരിക്കുന്ന ആ സമയത്ത് തന്നെ നടക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ വീണാൽ, ഞാൻ ആ വീഴുന്ന ആ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ആത്മാവ് ചേർക്കപ്പെട്ട് ദൈവം എന്റെ ആത്മാവിനെ ഓൺ ദ സ്പോട്ട് വിധിക്കും. ദാറ്റ് ഈസ് പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. അന്ത്യവിധി എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് സത്യമായി സംഭവിക്കും. അന്നേരം നമ്മിൽ ചിലർ ജീവനോടിരിക്കും, ചിലർ അന്നേരത്തേക്കും മരിച്ചു പോയിട്ടുണ്ടാവും. കർത്താവ് വാനമേഘങ്ങളിൽ വരുന്ന അന്ന് ലോകത്തെ മനുഷ്യരെ, ജീവിച്ചവരെ മരിച്ചവരെ എല്ലാവരെയും 2ആയി വിഭജിക്കും. ഇതൊക്കെ ബൈബിളിൽ വായിക്കുന്നതാണ്. അതാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. ആരും അത് കണ്ടിട്ടില്ല. പക്ഷെ സഭ അതിലേക്ക് നോക്കി പാടും. കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് മുൻപോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, അതാണ് ഫൈനലും പർട്ടിക്കുലറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി മറ്റു ചില വ്യത്യാസങ്ങൾ കൂടെയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമതായിട്ട് ഈ തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്, മരിക്കുന്ന നിമിഷത്തിൽ ഒരു വിധി നടക്കുമെന്ന് വിചാരിക്കുക. ഒന്നുകിൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ആ വ്യക്തി നരകത്തിൽ പോകും, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിൽ പോകും. നമ്മുടെ കത്തോലിക്ക വിശ്വാസമാണ്. ആ നിമിഷം നടന്ന തനത് വിധിയെ കുറിച്ച് ആ വ്യക്തിക്കും തമ്പുരാനും മാത്രമേ അറിവുള്ളൂ. നിങ്ങൾ കറക്റ്റ് അറിഞ്ഞോളണം. എന്നാൽ പൊതുവിധി, ഫൈനൽ ജഡ്ജ്മെന്റ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് സർവ്വസൃഷ്ട പ്രപഞ്ചത്തിന് മുൻപാകെയും ഒഴിവാക്കും. അപ്പൊ സെബാസ്റ്റ്യൻ പുറത്ത് ഇപ്പോൾ മരിച്ചു വീണാൽ ഞാൻ സ്വർഗത്തിൽ പോയി എന്ന് വിചാരിക്കുക. ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണത്തിലാണോ എന്നുള്ള വിവരം സെബാസ്റ്റ്യൻ പുറത്തിനും കർത്താവിനും മാത്രമേ അറിയാവൂ. അത് മറ്റൊരു ആത്മാക്കൾക്കും സ്വർഗനിവാസികൾക്ക് പോലും അറിവില്ല. സ്വർഗത്തിലുള്ളവർക്കോ നരകത്തിലുള്ളവർക്കോ ശുദ്ധീകരണത്തിലുള്ളവർക്കോ മറ്റാർക്കും അറിവില്ല എന്റെ അവസ്ഥ എന്താണെന്നത്. അത് ദൈവവും ഞാൻ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കും. എന്നാൽ ഫൈനൽ ജഡ്ജ്മെന്റിൽ അത് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളുടെ മുൻപാകെ വെളിപ്പെടുത്തും. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ മരിച്ച നിമിഷം എനിക്കുണ്ടാകുന്ന വിധി, തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റില് എനിക്ക് സ്വർഗം കിട്ടിയാലും നരകം കിട്ടിയാലും ശുദ്ധീകരണ കിട്ടിയാലും അത് ഏറ്റുവാങ്ങി അനുഭവിക്കുന്നത് എന്റെ ആത്മാവ് മാത്രമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. ആ ആത്മാവ് മാത്രമാണ് ഈ സ്വർഗ സൗഭാഗ്യമോ നരക സൗഭാഗ്യമോ ശുദ്ധീകരണ അവസ്ഥയോ സ്വീകരിച്ച് അനുഭവിക്കുക. എന്നാൽ അവസാന വിധിയിൽ, പൊതുവിധിയിൽ എന്റെ ആത്മാവോടൊപ്പം തന്നെ എന്റെ ശരീരവും ചേർക്കപ്പെടും. പൊതുവിധിയോടുകൂടെ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും എന്റെ ആത്മാവും ശരീരവും ആ അവസ്ഥ അനുഭവിക്കും. അതെങ്ങനെ ഈ ശരീരം ചേർക്കപ്പെടണമെന്ന് നിങ്ങൾ വിചാരിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. ഇറ്റ് ഡസന്റ് ബിലോങ് ടു us, but it belongs to God എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ദൈവത്തിന്റെയാണ് ശരീരം. മൈ ബോഡി മൈ റൈറ്റ് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ 5 അടി, ഞാൻ 5 അടി 15 6 അടിക്ക് വെച്ച് കുറവുണ്ട്. നിങ്ങളും 6 അടിക്കാരും 6 അടിക്കാരും 5 അടിക്കാരും 4 അടിക്കാരും കാണും. ഈ വെയിറ്റും ഹൈറ്റും ഉള്ള നമ്മൾ മരിച്ച്, അത് വണ്ടി ഇടിച്ച് മരിച്ച് ശരീരം ചിതറിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ച് ചാരമായി പോയി വിചാരിക്കുക, പാമ്പ് കടിച്ച് ശരീരം മുഴുവൻ നീല കളറായി പോയി വിചാരിക്കുക, വെള്ളത്തിൽ മുങ്ങി നമ്മൾ വീർത്തു വന്നു വിചാരിക്കുക, 90 വയസ്സ് ജീവിച്ച് കടലെ കിടന്ന് ശാന്തമായി മരിച്ചു എന്ന് വിചാരിക്കുക. ഏത് രീതിയിൽ നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം അടക്കപ്പെട്ടാൽ, കോവിഡ് കാലത്തൊക്കെ പലരുടെ ശരീരം ചാരമാക്കി ഭസ്മമാക്കി കൊണ്ടുവന്നാണ് സംസ്കരിച്ചത്. അപ്പൊ ഏത് വിധേന നമ്മുടെ ശരീരം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും അവസാന വിധിനാളിൽ എന്ത് സംഭവിക്കും? നമ്മളെ സംസ്കരിച്ചിരിക്കുന്നിടത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒഴുക്കി വിട്ടിരിക്കുന്നിടത്ത് നിന്ന്, നമ്മുടെ അവശിഷ്ടങ്ങൾ ചിതറിപ്പോയിരിക്കുന്നിടത്ത് നിന്ന് എല്ലാ എല്ലും, എല്ലാ ഞരമ്പും, എല്ലാ മാംസവും, എല്ലാ രോഗങ്ങളും ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇമാജിൻ ചെയ്ത മനസ്സിൽ ഇപ്പൊ കറവയണതല്ല. This is exactly what is going to happen. അതിങ്ങനെ വന്നുകൂടി നമ്മുടെ ഈ ശരീരമായിട്ട് മാറും. ഇനി അങ്ങനെ ആ ശരീരമായി മാറുമ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരു കൂനുണ്ടായിരുന്നു വിചാരിക്കുക, വിചാരിക്കുക, അവസാന വിധിനാളിലും ഈ ശരീരം വീണ്ടും റീഫോം ചെയ്യുമ്പോൾ ആ കൂൻ അവിടെ ഉണ്ടായിരിക്കുകയില്ല. Because those bodies will be glorified bodies. അവ മഹത്വീകൃത ശരീരമായിരിക്കും. ഒരു കുറ്റവും കുറവും പറയാൻ പാടില്ലാത്ത വിധത്തിൽ പെർഫെക്റ്റ് ബോഡികളായിട്ടായിരിക്കും ഈ അവസാന നാളിൽ ഈ ശരീരങ്ങൾ രൂപപ്പെടുന്നത്. കല്ലറകളിൽ സംസ്കരിക്കപ്പെട്ടവര് അവിടെ നിന്നും ഇങ്ങനെ പോകും. ഒരു കല്ലറയിൽ തന്നെ നമ്മുടെ വല്യപ്പന്റെ അപ്പനെ ഇപ്പോഴത്തെ നമ്മുടെ തലമുറ, നമ്മുടെ വരും തലമുറയായിട്ട് പിന്നത്തെ തലമുറയിൽ ഒരു 10-20 തലമുറയെ ഒരേ കുഴിയിൽ നിന്ന് നമ്മൾ സംസ്കരിച്ചതാണെങ്കിലും 1 by 1 ഇല്ല, ഇങ്ങനെ ഒരേ കുഴിയിൽ നിന്ന് മുങ്ങി വരും. ഇതിപ്പോ തമാശ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ പൊങ്ങി വരും. മരിച്ചവരെല്ലാം അങ്ങനെ ഉയർപ്പിക്കപ്പെടും അവരുടെ ശരീരം. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് വരുന്ന സമയത്ത് നമ്മിൽ ചില ജീവനോടുണ്ടായിരിക്കും. നമ്മൾ റബ്ബർ വെട്ടുമായിരിക്കും, ചിലർ വണ്ടി ഓടിക്കുമായിരിക്കും, ചിലർ ഓഫീസിൽ ജോലി ചെയ്യുമായിരിക്കും, ചിലര് രോഗികളെ പരിശോധിക്കുകയായിരിക്കും, ചിലര് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കർത്താവിന്റെ വരവിന്റെ കാഹളം മുഴങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും താഴെ പോകും. പിന്നെ നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് മാറി നമ്മുടെ ഈ ശരീരവും ആത്മാവും ആകാശത്തിലേക്ക് ഇങ്ങനെ പോകും. അതുവരെ എയറോപ്ലെയിനിൽ കയറാത്തവർക്ക് ഫ്രീ ആയിട്ട് പറക്കാൻ ഒരവസരം. തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്. This is what is going to happen. ഞാൻ ഉണ്ടാക്കിയ കഥയാണ്, സഭയുടെ പ്രബോധനമാണ്. ഞാനത് സരളമായി പറയുന്നതേ ഉള്ളൂ. മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ മൂവാറ്റുപുഴ പട്ടണത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ, ലോകത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും ജീവനോടുള്ള ആളുകൾ ശരീരത്തോടും ആത്മാവോടും കൂടെ പൊങ്ങിപ്പോകും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ശരീരവും ആത്മാവും ഉള്ള ജീവനോടെ ഇരിക്കുന്ന ആളുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു. വേറൊരു വശത്തു നിന്ന് കല്ലറകളിൽ നിന്നുള്ള ആത്മാക്കൾ മാത്രം, ആത്മാക്കളല്ല, കല്ലറകളിൽ നിന്നുള്ള ശരീരങ്ങൾ മാത്രം ഇങ്ങനെ പൊങ്ങിപ്പോകും. എന്നിട്ട് ദൈവസന്നിധിയിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നേരത്തെ മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഓൾറെഡി എവിടെയുണ്ട്? സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണത്തിലോ ഉണ്ട്. അവിടെ അവരുടെ ആത്മാക്കൾ വന്ന് ഭൂമിയിൽ നിന്നും പൊങ്ങി വന്ന, കല്ലറകളിൽ നിന്നും പൊങ്ങി വന്ന ആ ശവ ശരീരങ്ങളോട് യോജിപ്പിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ശരീരവും ഉണ്ട്, പൂർണ്ണ ആത്മാവും ഉണ്ട്. ഇതാണ് അവസാന വിധിനാളിൽ സംഭവിക്കുന്നത്. അതിനുശേഷം ദൈവം തന്റെ മുമ്പിലുള്ള ജനതയെ കോലാടുകളെ ചെമ്പരിയാടുകളിൽ നിന്നതുപോലെ രണ്ടായി വേർതിരിക്കും. നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കുമായിട്ട് It will be an eternal judgment. അതാണ് അവസാന വിധിനാളിൽ സംഭവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസാന വിധിനാളിന് പർട്ടിക്കുലർ ജഡ്ജ്മെന്റിൽ നിന്നുള്ള മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഫൈനൽ ജഡ്ജ്മെന്റോട് കൂടെ ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകും. കാരണം എന്താണ്? ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയാണ്, എന്നാൽ മാനവാവസ്ഥയല്ല.
അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ പോയത്. അവർ മരിച്ചു. മരിച്ച സമയത്ത് അവർക്ക് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ കൊടും പാവാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവില് അവസാന വിധി നാളില് ശുദ്ധീകരണ സ്ഥലം വേക്കന്റ് ആവും. ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെല്ലാവരും എവിടെ പോവും? സ്വർഗ്ഗത്തിൽ. പിന്നെ രണ്ട് വിഭാഗമേ ഉള്ളൂ, ഇറ്റേണൽ ഗ്ലോറി ആൻഡ് ഇറ്റേണൽ ഡാമിനേഷൻ. നിത്യമായ സ്വർഗ്ഗവും നിത്യമായ നരകവും. ഈ നിത്യമായ സ്വർഗ്ഗത്തിലേക്കോ നിത്യമായ നരകത്തിലേക്കോ പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ പ്രവേശിക്കുന്നു. അതാണ് തനതു വിധിയിൽ നിന്നും പൊതുവിധിക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വിധിയെ നമ്മൾ വിശ്വസിക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ നാടകം പറഞ്ഞെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. അണുവിട് വ്യത്യാസമില്ലാതെ സംഭവിക്കാൻ പോകുന്ന കാര്യം യാഥാർത്ഥ്യം. നാളെ ഇതുവരെ ആരും പൊതുവിധിക്ക് വിധേയപ്പെട്ടിട്ടില്ല. എല്ലാവരും തനത് വിധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ കാരണന്മാർ സ്വർഗത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്തിലാണോ വീടോണോ. കാരണം അത് ആ ആത്മാവും ദൈവവും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് we hope that once they will reach heaven, in that eschatological hope we do pray for them regularly in holy Qurbanas and in other prayer services. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതും ഒപ്പീസ് പാടിക്കുന്നതും എല്ലാം ഈ ഒരു യുഗാന്ത്യോന്മുഖ പ്രതീക്ഷയിലാണ്. അവർ സ്വർഗത്തിൽ പോകും. അവരിപ്പോൾ ഒന്നെങ്കിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലോ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും. ബട്ട് വി ഡോണ്ട് നോ. നമുക്ക് അറിഞ്ഞുകൂടാ. നരകത്തിൽ പോയ വ്യക്തിയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് വെറുതെ കുർബാന അർപ്പിക്കുന്നതാണ്. അയാൾ സ്വർഗത്തിൽ പോകില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ നിരന്തരം ദൈവകരുണ യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒപ്പീസ് വേണ്ടി കുർബാന കഴിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാൻ വ്യാപരിക്കേണ്ട. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ നന്മ ചെയ്ത് മരിച്ചാൽ നമ്മൾ പോകും. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കള്, അതായത് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ എന്റെ പ്രായത്തിലുള്ള വളരെ കുറച്ച് പേരാണ് ഒരു സത്യവിശ്വാസത്തില് സഭാസ്നേഹത്തില് ബോധ്യങ്ങളിലൊക്കെ ജീവിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം. അപ്പൊ എന്റെ പ്രായത്തിലുള്ള നിങ്ങളുടെ മക്കളും എനിക്ക് മക്കളുണ്ടായെങ്കിൽ അവരുടെ പ്രായത്തിലുള്ളവർ ഇനി വളർന്നു വരുമ്പോൾ അവർ പള്ളിയിൽ പോയി കുട്ടിയെ കുട്ടി എന്റെയും എന്റെ ലഭ്യന്റെ സ്വർഗത്തിൽ കൊണ്ടുപോയി അവരിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ തന്നെ പൂർവകാലങ്ങളിൽ എന്നതിനേക്കാൾ അധികമായി പ്രാർത്ഥിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ അച്ഛനെ കഥ പറഞ്ഞതല്ലേ, ഈ തനതുവിധി പൊതുവിധി എന്നുള്ളതൊക്കെ എന്താണ് തെളിവ്? വാട്ട് ഡു വി ഹാവ്? ഡു വി ഹാവ് ഇനഫ് പ്രൂഫ്സ് ഫോർ ദിസ്? ഉണ്ട്. തനതുവിധി, particular judgment, where do we see in the Bible? ആണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 22-23 തിരുവാക്യങ്ങൾ. ലൂക്കാ 16-23. അവിടെ എന്ത് സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്? ധനവാനെയും ലാസറിനെയും മരിച്ച ഉടനെ തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ധനവാൻ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ലാസർ അബ്രാഹത്തിന്റെ മടിയില് ഇരിക്കുന്നുണ്ട്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വന്ന ശേഷമാണോ ലാസറിനെ മടിയിൽ ഇരുത്തിയത്? മരിച്ച നിമിഷം തന്നെ അവിടെ ഒരു വിധി നടന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ലാസറിനെ പിടിച്ച് മടിയിൽ ഇരുത്തിയത്, സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയത്. അത് തനതു വിധി ഉണ്ട് എന്നുള്ളതിന്റെ ബൈബിൾ അടിസ്ഥാനമാണ്. ഇനി ആരും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വചനമാണ് ലൂക്കാ സുവിശേഷകൻ 23:43. ലൂക്കാ 23:43. അവിടെ കർത്താവിന്റെ വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെ കൂടെ ക്രൂശിച്ചു. അതിൽ വലത് വശത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, കർത്താവേ, അന്ന് അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണം. അപ്പോൾ ഈശോ പറഞ്ഞു, യു വിൽ ബി വിത്ത് മീ ടുഡേ ഇൻ ദ പാരഡൈസ്. നീ എന്നോട് കൂടെ ഇന്ന് പരദീസയിലായിരിക്കും. നീ എന്നോട് കൂടെ എന്റെ രണ്ടാമതിന് ശേഷം പരദീസയിലായിരിക്കും എന്നാണ് പറഞ്ഞത്. Today, at the moment of your death, നീ എന്റെ കൂടെ പരദീസയിൽ ചേർന്നു.
അത് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് ഉണ്ടെന്നുള്ളതിന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു പറഞ്ഞ ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അതിപ്രകാരമാണ് മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആദ്യം സഭ മുതലേയുള്ള ഒരു വിശ്വാസമാണ് മരിക്കുന്നു, മരിച്ചാൽ ഉടനെ വിധി. അതാണ് സഭയെ നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ 4 അന്ത്യങ്ങളിൽ രണ്ടാമത്തേതാണ് വിധി. അതിൽ ആദ്യത്തേതാണ് തനതു വിധി. അതുകൊണ്ട് it is explicitly mentioned in the Holy Bible. പിന്നീട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൊതുവിധിയെ കുറിച്ചാണ്. ഫൈനൽ ജഡ്ജ്മെന്റ്. അത് നിങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നിരുന്നാലും കൂടിയും പൊതുവിധിയെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 1:11. അത് നമുക്ക് എന്താണ്? ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും താഴെ നിന്ന് ദുഃഖിച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മാലാഖമാര് അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അല്ലയോ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. He shall return. മാറാനാഥ, കർത്താവേ വേഗം വരണമേ. Lord come fast. മാറാനാഥ അതൊരു സുഹൃതമാണ്, ഒരു അറമായ പദമാണ്. സുറിയാനിമക്ക മാറാനാഥ. മാറാൻ എന്ന് പറഞ്ഞാൽ കർത്താവ്, എന്നുള്ള അതിന്റെ മറ്റൊരു ഫോമാണ്. കം ലോർഡ്, കർത്താവേ വരണമേ. കർത്താവ് പോയ കണ്ട ആ നിമിഷം മുതൽ ശിഷ്യഗണം ആദിമ സഭ പ്രാർത്ഥിക്കുന്നതാണ്, ലോർഡ് കം ബാക്ക്, redeem us, ഞങ്ങളെ കൊണ്ടുപോകണമേ, സ്വർഗ്ഗത്തിൽ ചേർക്കണമേ. And even today we continue that prayer, that powerful prayer. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഉദാഹരണം കർത്താവ് വരുമെന്നുള്ളതിന് മത്തായി 24-ാം അധ്യായമാണ്. 24-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ളത്. അതാണ് അന്ത്യവിധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓലാളെ സത്യാളെ എന്നതുപോലെ വേർപെടുത്തി ഈശോ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെ കുടിപ്പിച്ചു, പരദേശിച്ച് എന്നെ സ്വീകരിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിട്ട് എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് എണ്ണി 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 നമ്മൾ ചെയ്ത നന്മകൾ നിരത്തിക്കൊണ്ട് നമ്മെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന കാഴ്ച ബൈബിളിലുള്ളതാണ്. അന്ത്യവിധി ഉണ്ട്. മറ്റൊന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം, തീത്തോസ് 2:13. നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുമിശിഹായുടെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുന്നു. നോക്കൂ, കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷമാകുമെന്ന് തന്നെയാണ് പൗലോസ്ലീഹ തീത്തോസിന് എഴുതി വെച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന മഹത്വം, it will be the glory of God will be revealed to us and we must wait for that glory. അതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീത്തോസ് 2:13. ഇനി വായിക്കാൻ സമയമില്ല, നോട്ട് കുറിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വെറുതെ പറയാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 Corinthians 15-ാം അധ്യായം 51-52. നിങ്ങൾ ഈ നോട്ട് കുറിച്ചതിന് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ പോയി, ചിലരിടയ്ക്ക് നോട്ട് വായിക്കുന്നതുകൊണ്ട് ഇതിനെ കേൾക്കുന്നത് വായിക്കൂടെ പോയി. ഇതെല്ലാം കണക്കാണ്. ഇവരെ കയറി ഇങ്ങോട്ട് പോകാൻ അപ്പൊ അതിനെ കിട്ടി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ചുമ്മാ വീട്ടിൽ പോയി ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം, ബൈബിളൊക്കെ തുറന്നു നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അവസരം, നിങ്ങൾ വചന പ്രഘോഷകരാകണം എന്ന് പറഞ്ഞാൽ വചന പ്രഘോഷകരാകാൻ ആൾക്കാരെ കയറി നിൽക്കുന്ന നിർബന്ധമില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിങ്ങൾ വേണ്ടത്ര ഒരുക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വചന അല്പം ഒരുക്കി പ്രസംഗിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകളിൽ പ്രയർ സർവീസ് നടത്താനായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്നത്, ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടതും എഴുതിയതും പഠിച്ചു പോയ വചനങ്ങളൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ പ്രഘോഷകരമാകുന്നത്. അതായത് ആരും ജനിക്കുന്ന വഴിയെ വട്ടലസ്നായോ ഓണത്തിലസ്നായോ അല്ല ജനിക്കുന്നത്. എല്ലാവരും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഞാൻ കുഞ്ഞു 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 ഗ്രൂപ്പുകളിൽ പ്രസംഗിച്ചാണ് ഇപ്പം പള്ളിയുടെ മുമ്പിൽ നിന്ന് ജനങ്ങളെ നോക്കി പ്രസംഗിക്കാൻ പഠിച്ചത്. അതുപോലെ എല്ലാവർക്കും വളരാൻ സാധിക്കും, നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം അതിന് വി നീഡ് സം റെഫറൻസസ്. അതാണ് എഴുതിയെടുക്കുന്നതിന് ഗുണം, പിന്നെ ഉറങ്ങാതിരിക്കാൻ സഹായിക്കും. ഹല്ലേലൂയ. മറ്റൊന്ന് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം
16-17 തിരുവാക്യങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1:4-16-17. മറ്റൊന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യോഹന്നാൻ 14:2-3. ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു, ഞാൻ അവിടെ പോയി നിങ്ങൾക്കുള്ള ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. ഈശോ പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പൊ ഞാൻ സ്വർഗ്ഗത്തിൽ പോവാണ്, അവിടെ പോയി സമയമായി കഴിയുമ്പോൾ I shall return and I will take you back to our Lord's home. അത് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്ന ഒന്നല്ല. സ്വർഗവും നരകവും നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എല്ലാവരും വിശ്വസിക്കും. എന്നാൽ പർഗട്ടറി, ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പലർക്കും ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. അതിനാൽ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും എന്താണ് വചനം പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 മക്കബായർക്ക് എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. നമ്മള് ഈ മന്ത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ചരമവാർഷികം നടത്തുമ്പോൾ ശുശ്രൂഷ വായിക്കുന്ന ഭാഗം അതാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ ഉയർത്തുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷവുമായിരുന്നു. അതുകൊണ്ടാണ് അവര് 2000 ദ്രാഗ്മ പിരിച്ചെടുത്ത് ബലിയർപ്പിച്ചു മരിച്ചുപോയവർക്ക് വേണ്ടി. അപ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കണമോ? വേണ്ട. നരകത്തിൽ പോയവർക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവരന്ന് പഴയ നിയമത്തിൽ തന്നെ ആ ബലി അർപ്പിച്ചത് സ്വർഗത്തിലും നരകത്തിലും പെടാതെ ഒരു വിഭാഗമുണ്ട്. ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനെയാണ് കത്തോലിക്ക സഭ പർഗട്ടറി അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുക. അതിനെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റൊരു വചനമാണ് പൗലോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം കൊറിന്ത്യർ 3-ാം അധ്യായം 12 മുതൽ 15 വരെ. അവിടെ പ്രകാരം ഒരു വാക്യമുണ്ട്, അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. He will be survived, he will be saved, but through the fire. അവൻ രക്ഷ പ്രാപിക്കും. ഏതിലൂടെയാണ്? അഗ്നിയിലൂടെ. രക്ഷ പ്രദാനം ചെയ്യുന്ന ആ അഗ്നി ഏതാണ്? ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിനുള്ള ഈ ബൈബിൾ റെഫറൻസുകളാണ് ഞാൻ പറയുന്നത്. പലരും അതിന്റെ ഇതിലാണെന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ശുദ്ധീകരണ സ്ഥലമുണ്ട്. മറ്റൊന്നാണ് മത്തായിയുടെ സുവിശേഷം 5:26, മാത്യു 5:26. അവിടെ പറയുന്നുണ്ട്, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഹല്ലേലൂയ. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം. നീ പുറത്തു വരും, പക്ഷേ ഏറ്റവും അവസാനം വരുള്ളൂ. നിനക്കുള്ളതെല്ലാം കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞിട്ടേ നീ പുറത്തു വരികയുള്ളൂ. അങ്ങനെ കൊടുത്തു വീട്ടിൽ പുറത്തു വരുന്ന ആ ഇടമാണ് എന്ത്? ശുദ്ധീകരണ സ്ഥലം. ഇതെല്ലാം സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാണ് നമ്മുടെ അറിവിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നിത്യജീവനെ കുറിച്ചും അതിന്റെ പ്രസക്തിയെ കുറിച്ചും കണ്ടു. സ്വർഗത്തെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും നരകത്തെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും മനുഷ്യന്റെ അന്ത്യങ്ങളെ കുറിച്ചും വിധിയെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് കണ്ടു. ഇനിയിപ്പോൾ ഇതിലൊക്കെ വലിയ കട്ടുകേടൊന്നും കൂടാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, സ്വർഗത്തിൽ പോകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഒരു സെന്റൻസിൽ പറഞ്ഞ് നമ്മളിപ്പോൾ 8-ാം ആരാധന തുടർന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവാക്യത്തിൽ പറയുന്നുണ്ട്, അനശ്വരമായ അപ്പത്തിന് വേണ്ടി നാം അധ്വാനിക്കണം. അനശ്വരമായ അപ്പത്തിന് വേണ്ടി. ഇസ്രായേലിൽ നിന്ന് മന്ന കഴിച്ചെങ്കിലും അവർ മരിച്ചു. എന്നാൽ പുതിയ ഇസ്രായേലായ നാം നിത്യമായി ജീവിക്കേണ്ടതിന് നമുക്കായി ഒരുക്കിയ അനശ്വരമായ അപ്പം, നിത്യജീവന്റെ അപ്പം പരിശുദ്ധ കുർബാനയ്ക്ക് നാം വരുമ്പോൾ ഭക്തിയിലും ഒരുക്കത്തിലുമാണ്. അതായത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപസാരിച്ച് പ്രസാദാവസ്ഥയിലായിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. കുർബാനയ്ക്ക് വന്നിട്ട് കുർബാനയ്ക്ക് താമസിച്ച് വരിക നല്ല ശീലമല്ല. നിങ്ങൾക്ക് നേരത്തെ വരുന്ന വിഭാഗമാണ്. പക്ഷെ മൂവാറ്റുപുഴ ഇടവകയിൽ വളരെ താമസിച്ച് വരുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഒത്തിരി താമസിച്ച് വരുന്നവരുണ്ട്. അത് വേറെ അർജൻസി ഒന്നുമല്ല, നിസ്സംഗത, ഇൻഡിഫറൻസ്. അതൊക്കെ അവിടെ പോയിട്ടുണ്ട്, അല്ല പിള്ളേർ പോയിട്ടുണ്ട്, ഞാൻ പോകാം. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ 10:30 കഴിഞ്ഞാലും
വരിക. ഇനി പള്ളി വന്നാലും 10 ആയാലും ജയം വരുന്നത് സ്ലോ മോഷനെ വരിക. നമ്മുടെ ഇൻട്രസ്റ്റ് ദൈവം നോക്കും. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത പാലിക്കുന്നു ദൈവം നോക്കും. അതുകൊണ്ട് വലിയ ഗുണത്തോട് നമ്മൾ കാണിക്കുന്ന നിസ്സംഗതയ്ക്ക് നമ്മൾ കനത്ത വില കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ കുടുംബത്തിൽ പോയി നിങ്ങൾ പറയണം. നിങ്ങൾ ഈ വചനമൊന്നും പറഞ്ഞില്ലെങ്കിലും കുടുംബത്തിൽ പോയി പറയണം. വിശുദ്ധ കുർബാനയെ അവഗണിച്ചാൽ അതിന്റെ തിക്താനുഭവങ്ങൾ തലമുറകളായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കുർബാനയ്ക്ക് വന്നിട്ട് അലക്ഷ്യമായി നമുക്ക് സ്വാഭാവികമായി പിശാച് പല പ്രോബ്ലം തോന്നിക്കും. അതല്ലാതെ മനഃപൂർവ്വം താല്പര്യമില്ലാതെ അവിടെ നോക്കി ഇവിടെ നോക്കി നിൽക്കരുത്. പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലണം, കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നല്ലവണ്ണം കുർബാന അർപ്പിക്കാൻ നമുക്ക് കരയാൻ തോന്നും. കരയണം. നമ്മളുടെ വികാരങ്ങളെ വളരെ സംയുക്തമായി ദൈവസന്നിധിയിൽ അർപ്പിക്കാനും പ്രകടിപ്പിക്കാനുള്ള അവസരം നമുക്ക് വേറൊരിടത്തുമില്ല. അതിനുള്ള സുവർണാവസരമാണ് ബലിയർപ്പണം. അപ്പൊ നമ്മൾ നമ്മളെ എത്രത്തോളം സജീവമാക്കുന്നു അതിന്റെ തോതനുസരിച്ചാണ് നമുക്ക് ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ വരുന്നത്. അത് നമ്മളെ വിട്ടുകൊടുക്കണം. നമ്മളായി പ്രതി ഉറക്ക പ്രാർത്ഥിക്കണം, കുർബാനയ്ക്ക് വില കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുകയില്ല. നമ്മൾ എന്തോരം പകരം കേട്ടാലും കുർബാനയ്ക്ക് വില കൊടുക്കുന്നത് നമ്മൾ രക്ഷ പ്രാപിക്കുകയില്ല. പെന്തക്കോസ്താ സഹോദരങ്ങളെ പറ്റി പറയുന്നത് അതല്ലേ? പെന്തക്കോസ്താ സഹോദരങ്ങൾ നമ്മളെക്കാളും ആയിരക്കണക്കിന് വചനങ്ങൾ അറിയാൻ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഏക ന്യൂനത എന്താണ്? അവർ പരിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അവർ അതുകൂടെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ നമ്മളെ കടത്തിവെട്ടുന്ന ഒരു സമൂഹമായി പെന്തക്കോസ്താ വിഭാഗം മാറിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുർബാനയെ വിലമതിക്കണം. നമ്മൾ എത്രമാത്രം ഉന്നതരാണെങ്കിലും ദൈവസന്നിധിയിൽ നാം ദാസന്മാരും ദാസികളുമാണ്. കർത്താവിനെ സ്നേഹിതനോട് എന്നവണ്ണം നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുള്ളവര് നിങ്ങൾ അഭ്യസിതരായ കുടുംബായതാണ് ഞാൻ പറയുന്നത്. വിശുദ്ധനല്ല ഒരു പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ കാലം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പ എഴുതിയ ചാക്രികമാണ് സാക്രമെന്തും കാരിത്താസിസ്, സ്നേഹത്തിന്റെ കൂദാശ എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആണ്, ഇന്റർനെറ്റിലും അവൈലബിൾ ആണ്. Kindly go through this. അതിനകത്ത് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: Eucharist is to be believed, Eucharist is to be celebrated, and Eucharist is to be lived out. വിശുദ്ധ കുർബാന വിശ്വസിക്കപ്പെടേണ്ട ഒന്നായിരിക്കണം. വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടേണ്ട ഒന്നായിരിക്കണം. വിശുദ്ധ കുർബാന ജീവിച്ചു തീർക്കേണ്ട ഒന്നായിരിക്കണം. നമ്മൾ കുർബാനയെ വിശ്വസിക്കണം. ഇത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ കർത്താവ് തന്നെയാണ് തന്റെ ബലി അവിടെ ആവർത്തിക്കുന്നത്, അനുഷ്ഠിക്കുന്നതിനുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ബോധ്യമില്ലെങ്കിൽ പോയി. It is to be believed and it is to be celebrated. അത് ആഘോഷിക്കണം. ദൈവത്തിന് ഒന്നായി സമൂഹമായി ഉറച്ച സ്വരത്തിൽ, ഉയർന്ന സ്വരത്തിൽ, ഗാനത്തോടുകൂടെ, സ്തുതിപ്പോടുകൂടെ, എല്ലാ അംഗവിക്ഷേപങ്ങളോടും കൂടെ നമ്മൾ ആഘോഷിക്കണം. നിസ്സംഗരായി നോക്കൂത്തുകളായി നിൽക്കരുത്. പരിശുദ്ധ പറയുക സെലിബ്രേറ്റ്. അതുകൊണ്ടാണ് സഭയിൽ ലിറ്റർജിക്ക് ക്രമം. അതുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും എന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും അച്ചടക്കം, ക്രമം ഇതൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. It should be celebrated properly. And finally, ഈ പറയുന്ന രണ്ട് കാര്യങ്ങളെക്കാൾ ഉപരിയായി പരിശുദ്ധ പറയുകയാണ്, it should be lived out. നീ എന്നും പള്ളിയിൽ കുർബാന സ്വീകരിച്ച് നാട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. കുർബാനയായി മാറാൻ, കാരുണ്യമായി മാറാൻ നിനക്ക് സാധിക്കും. ദിവ്യകാരുണ്യമേ വിളിച്ചിട്ട് മാത്രം കാര്യമില്ല. കൂടെ കിടക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും ഹൃദയവേദന ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പനും അമ്മയ്ക്കും മക്കളെയും, മക്കൾക്ക് അപ്പനെയും അമ്മയെയും വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയും. നമ്മളെ ചെയ്യുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കണം. പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷനേക്കാളും എല്ലാം ദൈവത്തിന്റെ കൃപയ്ക്കും കരുതലിനും അനുഗ്രഹത്തിനുമായി സമർപ്പിക്കുന്നു. അതാണ് കുർബാന ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കുർബാനയിൽ വിശ്വസിച്ച്, കുർബാനയെ ആഘോഷിച്ച്, കുർബാനയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി നാം മാറുമ്പോൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന സമ്മാനമാണ് നിത്യജീവൻ, സ്വർഗരാജ്യം. പരിശുദ്ധാത്മാവ് നമ്മെ അതിലേക്ക് വഴി നടത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ.